السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن عمرو بن العاص رضي الله عنه عن النبي صلى الله عليه وسلم قال: يقال لصاحب القرآن اقرأ ورتل كما كنت ترتل في الدنيا فإن منزلتك عند آخر آية تقرأها. رواه أبو داود والترمذي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖുർആൻ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടുന്ന ഒന്നാണ്. അതിൻ്റെ പാരായണവും പഠനവും മനഃപ്പാടവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പവിത്രതയും പുണ്യം നിറഞ്ഞതുമൊക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണമായി അലിഫ് ലാം മീം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഖുർആനിന്റെ തുടക്കത്തിന്റെ 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. നൂൻ, ഖാഫ്, കേവലം ഒരു അക്ഷരമല്ലേ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിഫ് ലാം മീം എന്നുള്ളത് ഒന്നല്ല, അത് വേറെ വേറെയാണ്. ഒന്നിന് 10ഉം 100ഉം ഒക്കെ പ്രതിഫലമുള്ള ഏറ്റവും പരിപാവനമായ അക്ഷരങ്ങളാണ് അവ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗർഭമുള്ള തടിച്ച ഒരൊട്ടകം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വഹാബത്തിന് അത്ഭുതമായി. കാരണം ഒരൊട്ടകം കിട്ടുക എന്നുള്ള വലിയ കാര്യം. അത് ഗർഭമുള്ളതാണെങ്കിലോ 2-3 ദിവസം കഴിഞ്ഞാൽ, കുറച്ച് ആഴ്ച കഴിഞ്ഞാൽ അത് പ്രസവിക്കും, ഇരട്ടിയാകും. അവർ അത്ഭുതത്തോട് നോക്കിയിരുന്നു. റസൂൽ പറഞ്ഞു, ഖുർആന്റെ വചനങ്ങളാണ് അത് ഓതുമ്പോൾ നാളെ പ്രതിഫലത്തിന്റെ ഇരട്ടി വർദ്ധിച്ചു കിട്ടുന്ന ഒരവസ്ഥയാണ്. അതാണ് തന്നെ മനഃപ്പാടമാക്കുക എന്നുള്ളത്. ഇങ്ങനെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഖുർആനുമായി ബന്ധം ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം. അതില്ലെങ്കിലോ പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ സൂറത്ത് അൽ ഫുർഖാനിലെ 30-ാമത്തെ ആയത്തിൽ وقال الرسول يا ربي إن قومي اتخذوا هذا القرآن مهجورا. നാളെ പരലോകത്ത് പോയിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് എതിരെ പറയുന്ന ഒരു ആക്ഷേപമാണ്, ആരോപണമല്ല, ആക്ഷേപമാണ്, നിസ്തർക്കം. എന്താ റസൂൽ പറയുന്നത്? ബാബുയെ, അവർക്ക് ഖുർആൻ ഉണ്ടായിരുന്നു, മൊബൈലുണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു, ഷെൽഫിലുണ്ടായിരുന്നു. പഴയതുപോലെ 2 അലകും ആദ്യത്തെ സൂറത്തുൽ ഫാത്തിഹയും അവസാനത്തിൽ ആസും ഫലക്കും ഒക്കെ പോയിട്ടൊക്കെ നിസ്കാരപ്പയിൽ പവിത്രമായി നമ്മുടെ അമ്മമാരും ഉപ്പമാരും ഒക്കെ കൊണ്ടുനടന്നിരുന്ന ഖുർആൻ അവിടെ നിന്നൊക്കെ മാറി ആധുനിക സംവിധാനങ്ങൾ ഏറി ഖുർആന്റെ എണ്ണം കൂടി. പക്ഷെ പാരായണം കുറഞ്ഞു, പഠനം കുറഞ്ഞു, മനഃപ്പാടം കുറഞ്ഞു. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, പരിഗണിച്ചാൽ കൂടെ നിൽക്കുന്ന, അവഗണിച്ചാൽ നമ്മെ നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒന്നാണ് ഖുർആൻ എന്നുള്ളതാണ്. സഹോദരങ്ങൾ, നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാനുള്ള ആൾക്കാരാണ്, ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ആധുനിക സംവിധാനം അനുസരിച്ച് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോവാണെങ്കിൽ കയ്യിലുള്ള മൊബൈല്, അതിന്റെ ഗൂഗിൾ മാപ്പ് തുറന്നിട്ട് ആ സ്ഥലം ഒന്ന് ലൊക്കേറ്റ് ചെയ്യും. നമ്മൾ എത്ര ദൂരമുണ്ട്, എത്ര സമയം എടുക്കുന്നത്. ഞാനപോലെ ചിന്തിക്കേണ്ടത്, സ്വർഗത്തിൽ പോകാൻ ആൾക്കാരാണ്. ഒന്ന് ഗൂഗിൾ മാപ്പിൽ തുറന്ന് നോക്കാൻ, സ്വർഗം ടു കേരളം, അത് അളക്കാൻ അള്ളാഹുവിന്റെ റസൂൽ തന്നൊരു സ്കെയിലുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതിന്റെ ആശയം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അതിന്റെ ലഫ്ളുകൾ ഇങ്ങനെയാണ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആളോട് പറയുമത്രേ, ഇഖ്റ വറത്തിൽ കമാ തുറത്തിലു ഫി ദുനിയ. നീ ഖുർആൻ ഓത്, എങ്ങനെയാണോ നീ ദുനിയാവിൽ ഖുർആൻ ഓതിയിരുന്നത് അങ്ങനെയല്ല. അത് ഓതാൻ കഴിയില്ലോ. അപ്പൊ ഞാനുകളൊക്കെ സുദേശിന്റെയും അതുപോലെ റാബിദിനൊക്കെ ഖുർആൻ വരുമ്പോൾ തോന്നും എനിക്കൊതുപോലെ ഓതണം. പക്ഷെ കഴിയില്ല. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വെച്ച നമ്മുടെ ഒരു ശൈലി ഉണ്ട്, അതേ പറ്റുള്ളൂ. ചെറിയ കുട്ടികൾക്ക് അത് സാധ്യമാവും. ഓതാൻ മാത്രമല്ല, ആരോഹണ അവരോഹണ ക്രമത്തിൽ ഓതാനും കഴിയും അവർക്ക്. എങ്ങനെ റിവൈസ് ചെയ്തിട്ടും ഫോർവേഡ് ചെയ്തിട്ടും ഓതാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അത് പഠിച്ചു വെച്ചതിനനുസരിച്ച് അത് നമുക്ക് കഴിയും. മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആ ഖുർആന്റെ പാരായണം നമ്മൾ എങ്ങനെയാണോ ഇവിടെ ശീലിച്ചത്, തട്ടിമുട്ടിയാണോ അങ്ങനെ തട്ടിമുട്ടി തന്നെ ആയിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഇന്ന മൻസിലതക, നിന്റെ സ്വർഗ്ഗത്തിലെ സീറ്റ് ഉണ്ടല്ലോ, പദവി, ഇന്ന ആഖിരി ആയത്തിൻ തഖറഊഹ, നീ ഓതിയ ഏറ്റവും ഖുർആന്റെ അവസാനത്തെ ആയത്ത് എത്രയാണോ അത്രയേ ഉള്ളൂ. 2 വീലർ ഓടിക്കുന്ന 4 വീലർ ഓടിക്കുന്ന ആൾ
ഫ്യൂവൽ മീറ്ററിൽ ഫുള്ള്, ഹാഫ്, എം ടി എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഒന്നിക്കോന്നല്ല, കുറച്ച് തീരാനായിട്ടുണ്ട് എന്നാണ്. എന്നതുപോലെ ഞാനും നിങ്ങളൊക്കെ ഒന്ന് ഒഴിവിട്ട് ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ ഫ്യൂവൽ മീറ്ററിലേക്ക് നോക്കിയിട്ട് എത്ര ആയത്തിലേക്ക് മനപ്പാടുണ്ട്, എത്ര സൂറത്തുകൾ കാണാതെ അറിയാം. അത്രയും സ്വർഗത്തിൽ കിടക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 ആയത്താണ് എനിക്ക് എന്താ അറിയാമെങ്കിൽ ഇനി 10 ദിവസമാണ് അള്ളാഹു നമുക്ക് ജീവിക്കാൻ തൗഫീഖ് ചെയ്തെങ്കിൽ 10 ആയത്ത് കൂടി ചെറുത് മതി. ചെറിയ ലോന് ഫലമും കാഹായ അതുപോലുള്ളതൊക്കെ കാണാതെ പഠിച്ചു വെച്ചാൽ അത്രയും ദീർഘം നമുക്ക് നാളെ സ്വർഗത്തിൽ പദവിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ കൂടെ സഞ്ചരിക്കുകയും അത് അവസാന ജീവിതത്തിന്റെ ഗന്ധിയായി ഉപയോഗപ്പെടുത്തുകയും എന്ന കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കുകയും അവ നമ്മിൽ നിന്ന് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വിടപറഞ്ഞ മരിച്ചു പറഞ്ഞു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്‌ലിസിലും ഒക്കെയുള്ള നമ്മുടെ സഹോദരന്മാരായ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജിലും കാമിലുമായ ഷിഫ, ആഫിയത്ത്, ദീർഘായുസ്സ് എന്നിവ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും അല്ലാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലായ്പ്പോഴും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ റിസ്ഖിൽ മഈശത്തിൽ അല്ലാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആഇ വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.